പാർക്കിങ്ങിലെല്ലാം നല്ല തിരക്കുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ സിനിമ നടക്കുന്നതാണ് ഇത്രയും തിരക്കെന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഇതുവരെ ഇത്രയും തിരക്ക് കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു മാളിൻ്റെ അകത്ത്. അപ്പം നമ്മുടെ വണ്ടി ടോപ്പിലാണ്, അത് ഏറ്റവും ടോപ്പിലാണ് ഇട്ടിട്ടുള്ളത്. അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്, നമ്മുടെ MOTയിലെ പാർക്കിങ്ങിന് എനിക്ക് പൈസയൊന്നും ആയിട്ടില്ല. ഞാൻ ഏകദേശം ഒരു 2 മണിക്കൂറോളം ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു. 20 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. പക്ഷെ നമ്മൾ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ല് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഫ്രീ ആക്കി തരും കേട്ടോ. അത് വലിയൊരു കാര്യമാണ്. അത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലുലു മാളിൽ കുറച്ച് അറുപ്പാണ് അല്ലേ. എന്തായാലും കൊള്ളാം. ഹലോ, ഞാൻ ഉണ്ണികൃഷ്ണനാണ്. തിരുവനന്തപുരം വെബ് സീരീസിൻ്റെ 78ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് മാൾ ഓഫ് ട്രാവൻകൂറിലാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ ആദ്യത്തെ മാളാണ്. ഇതിനുള്ളിൽ എന്തൊക്കെ വെജിറ്റേറിയൻ ഫുഡ് കിട്ടുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എത്ര കടകളുണ്ടെന്ന് എനിക്കറിയില്ല, നമുക്ക് അകത്ത് കയറിയാൽ അറിയാൻ പറ്റത്തുള്ളൂ. തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ കടകൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു വെബ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ഇനിയും സപ്പോർട്ട് തരിക. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ മാള് നമ്മുടെ ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ നല്ല തിരക്കായിരുന്നു. നമ്മൾ ക്യൂ ഒക്കെ നിന്നാണ് ഇതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴും ഇതിനകത്തുള്ള സിറ്റുവേഷൻ എന്തെന്ന് നോക്കാം. അധികം തിരക്കില്ലെന്നാണ് പറഞ്ഞത്, എങ്കിലും അത്യാവശ്യം തിരക്കാണ്. നമ്മളെ ലുലു മാളിൽ നല്ല തിരക്കായതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്ത് കയറിയിട്ട് നോക്കാം കേട്ടോ എന്തൊക്കെയാണ്. അകത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. എല്ലാവരും പറഞ്ഞു ഇതിൻ്റെ അകത്ത് തിരക്കൊന്നുമില്ല എന്ന്, പക്ഷേ തിരക്കുണ്ട്. എന്ന് വെച്ചാൽ സിനിമയൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നല്ല തിരക്കുള്ളത്. എന്തായാലും ഫുഡ് കോർട്ടിലോട്ട് പോവാം. എന്തൊക്കെ അവിടെ ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 1, 2 ഏറ്റവും ടോപ്പിലുള്ള നിലയിലാണ്, അതായത് 2ാമത്തെ നിലയിലാണ് ഇവിടെ ഫുഡ് കോർട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കോർട്ട് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഫുഡ് കോർട്ടിൽ. നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല, എല്ലാവരും പറഞ്ഞ തിരക്കേ കാണത്തില്ല, നല്ല തിരക്കുണ്ട്. ഫുഡ് കോർട്ടിൻ്റെ ആ ഒരു നിലയിൽ തന്നെയാണ് കേട്ടോ കുട്ടികൾക്ക് ഉള്ള പ്ലേ ഏരിയ ഉള്ളത്. ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അത്യാവശ്യമുള്ള തിരക്കുണ്ട് കേട്ടോ. ലുലു മാളിനെ അപേക്ഷിച്ചിട്ട് അധികം തിരക്കില്ല, എങ്കിലും തിരക്കില്ലാതിരിക്കുമ്പോൾ നമുക്ക് മാളിൽ ഫ്രീ ആയിട്ട് നടക്കാം, ഫുഡൊക്കെ കഴിക്കാം. ഇതാണ് ആ ഒരു ഫുഡ് കോർട്ടിൻ്റെ സ്പേസ്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഫുഡ് കോർട്ടിൽ. MOTയിൽ വെജ് സ്പോട്ട് 2 ഉള്ളൂ കേട്ടോ. ഒന്ന് ഈ ഡേസി ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ നമ്മുടെ ചായക്കാരിയാണ്. ഈ 2 വെജ് സ്പോട്ട് മാത്രമേ നമ്മുടെ MOTയിലുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ട്രൈ ചെയ്യുന്നത് ഡേസി ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന കുഞ്ഞ് സ്പോട്ടിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഡിഷസ് ഉണ്ട് കേട്ടോ. സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പലതരത്തിലുള്ള ഫുഡുകൾ അവിടെ ഡിസ്പ്ലേ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കി ഓർഡർ ചെയ്ത് കഴിക്കാവുന്നതാണ്. ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. ചാറ്റ് മസാല, ബേൽപൂരി, വടാപ്പാവുണ്ട്, അതുപോലെ തന്നെ സബ്ജി ഐറ്റംസിൽ ഒരുപാടുണ്ട്. മീൽസിലാണെങ്കിലും ഒരുപാട് വെറൈറ്റി ഫുഡ് അവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ പാവ് ഭാജിയൊക്കെ ഉണ്ട് കേട്ടോ. ഭട്ടൂരയുണ്ട്, ചോള ഭട്ടൂരയാണ് അവരിവിടെ സെർവ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡിഷ് അവർ സെർവ് ചെയ്യുന്നുണ്ട്. മെനു ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഫുഡ് അതിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ വന്ന് കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ റേറ്റിൻ്റെ കാര്യമൊക്കെ കുറച്ച് കൂടുതലാണെങ്കിലും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ വരാൻ പറ്റും. അപ്പോൾ ഞാൻ പാവ് ബജിയാണ് പറഞ്ഞ കേട്ടോ. പാവ് ബജിയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കാണുന്ന അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒറിജിനാലിറ്റുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫുഡ് സ്പോട്ടിൽ വരാമെന്നാണ് MOTയിലുള്ള. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള പാവ് ബജി റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. 2 ബണ്ണും പിന്നെ കറിയൊക്കെ വെച്ചിട്ടുള്ളതാണ് ഈ ഒരു സെറ്റ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 170 രൂപയാണ് കേട്ടോ. അത്യാവശ്യം വിലയുണ്ട്, എങ്കിലും ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്നത്ര ക്വാണ്ടിറ്റിയാണ് കേട്ടോ. ബട്ടറൊക്കെ നല്ലപോലെ ചേർത്ത് ചെയ്തിട്ടുണ്ട്. കറിയിൽ ഒരു ബട്ടർ ഒഴിച്ചാണ് തന്നത്. നല്ല ചൂടുണ്ട്. പാവ് ഭാജിയിൽ ഏറ്റവും മെയിനായിട്ട് നിൽക്കേണ്ടത് ഈ കറിയാണ്. അങ്ങനെ ഒരുപാട് നാളത്തിന് ശേഷം ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ ആദ്യമായിട്ട് പാവ് ഭാജി കഴിക്കുകയാണ്. നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു മണം കിട്ടുമ്പോൾ തന്നെ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. ഞാൻ മുമ്പ് ഡൽഹിയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കറിയിൽ ഇട്ടിട്ടുള്ള ആ മസാലകളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ അതിന് ടേസ്റ്റ് തരുന്നത്. അത് നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ ഇങ്ങനത്തെ കറികളൊക്കെ തരുന്നത്. നമ്മുടെ കറികളുടെ സ്റ്റൈല് വേറെയാണ്. പിന്നെ ആ ഒരു പ്ലേറ്റിൽ തന്നെ അവർ സവാളയും നാരങ്ങയൊക്കെ വച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാ നോർത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ പ്ലേറ്റിലും സവാള അവർ മസ്റ്റായിട്ട് വയ്ക്കാറുണ്ട്. അങ്ങനെ കുറച്ച് ബണ്ണും കുറച്ച് കറിയും പിന്നെ ലേശം ആ ഒരു നാരങ്ങ പിഴിഞ്ഞ സവാളയും കൂടെ ചേർത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പാവ് ഭാജി ഒരു ഒറിജിനൽ ഫീലിൽ കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വരാം. വേറെ എവിടെ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. കറി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത പോകുന്നത് ചായക്കാരിയിലാണ്. ചായക്കാരിയിൽ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്.
അവിടെ വലിയ സ്പേസാണ്, പക്ഷേ ഇതൊരു കുഞ്ഞ് സ്പേസിൽ അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മെനു അത്യാവശ്യമുള്ള മെനു മാത്രമേ ഉള്ളൂ. നമ്മുടെ വലിയ കടയിൽ ആ ഒരു മെനു ഇവിടെ ഇല്ല. എങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ദോശയുണ്ട്, ഇഡ്ഡലിയുണ്ട്. അപ്പോൾ ഞാൻ ഒരു സെറ്റ് ഇഡ്ഡലിയാണ് പറഞ്ഞത്. ഓൾറെഡി വടാപ്പാവ് കഴിച്ച് നല്ല വയറ് വീർത്തിട്ടുണ്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ആ ഒരു വടാപ്പാവിന്. ഇഡ്ഡലി മാത്രമല്ല, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ദോശകളും ഇഡ്ഡലികളും അവർ സെർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പം ഇതാണ് കേട്ടോ MOTയിലെ ചായക്കാരിയിലെ ആ ഒരു ഇഡ്ഡലി സെറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാൻ കരുതി മോളിൽ വില കൂടുതലായിരിക്കും, 80 രൂപയ്ക്ക് ഒന്നും കാണത്തില്ലെന്ന് വിചാരിച്ചാൽ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് നോക്കാം. ആദ്യമായിട്ട് പറയേണ്ട കാര്യം, അവർ വാഴയിലയിലാണ് സെർവ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് രസം പോലത്തെ ഒരു സംഭവമാണ്, രസമാണ്. പിന്നെ ഒരു ഇഡ്ഡലിപ്പൊടിയുണ്ട്, മുളക് ചട്നിയുണ്ട്, പിന്നെ കേസരി ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുള്ളൊരു കേസരി ഉണ്ട്. പിന്നെ ഒരു തക്കാളി ചട്നി, തേങ്ങ ചട്നി, സാമ്പാറുണ്ട്. അപ്പം 80 രൂപയ്ക്ക് എനിക്ക് ഒന്ന് വർത്തന്നാണ് തോന്നുന്നത്. നമ്മൾ ചായക്കാരിയിൽ നിന്ന് മുമ്പും കഴിച്ചിട്ടുണ്ട്, നല്ല ഫുഡാണ്. അവരുടെ സ്പെഷ്യലാണ് ഇഡ്ഡലി എന്ന് പറയുന്നത്. നമ്മൾ ഇഡ്ഡലി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇഡ്ഡലി അവർ ഫ്രഷായിട്ട് ഉണ്ടാക്കി തരുന്നതാണ്. എന്ന് വെച്ചാൽ ഉണ്ടാക്കി വയ്ക്കുന്നില്ല, നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷമാണ് അവർ ഇഡ്ഡലി ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ടൈമും പറയുന്നുണ്ട് അവർ. അപ്പം നമുക്ക് ആദ്യം ഇഡ്ഡലി പൊടി തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊടി അവരുടെ നമ്മൾ മുമ്പ് കഴിച്ചിട്ടുള്ള കടയിൽ സെയിം പൊടി തന്നെയാണ് കേട്ടോ. പൊടിക്ക് വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ കുറച്ച് എണ്ണയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാറുണ്ട്. അപ്പോൾ കുറച്ച് കുഴച്ച് കഴിക്കായിരുന്നു. ഇഡ്ഡലി ചൂടുണ്ട്. ഇത് മുളക് ചട്നിയാണ്. മുളക് ചട്നി അത്യാവശ്യം എരിവുണ്ട്, എന്തായാലും കൊള്ളാം കേട്ടോ. ഇത് എന്താണെന്ന് നമുക്ക് കുടിച്ചോക്കാം. രസമായിരിക്കും മിക്കവാറും. രസമാണ്, കൊള്ളാം. ഈ ഒരു ചട്നി മല്ലി ചട്നിയാണ് കേട്ടോ, തക്കാളി ചട്നി അല്ല. അത് കഴിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ചട്നികൾ തോന്നും, മല്ലി ചട്നിയാണ്. ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എങ്കിലും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണും. 3 ഇഡ്ഡലി ആണെങ്കിലും നല്ല വലിപ്പമുള്ള ഇഡ്ഡലിയാണ്. പിന്നെ അധികം സോഫ്റ്റ്നെസ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ചായക്കാരിയുടെ ബോധത്തിൻ്റെ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷേ അത്രയും സോഫ്റ്റ് ഇല്ല, എങ്കിലും അത്യാവശ്യം തിരക്കടില്ലാത്ത ഇഡ്ഡലിയാണ്. തേങ്ങ ചട്നി കൊള്ളാം കേട്ടോ. സാമ്പാറും കൂടെ എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങി കേട്ടോ. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് വന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെ അധികം കടകളൊന്നും നമ്മുടെ MOTയിലില്ല. കളറായിട്ടുണ്ട് കേട്ടോ സാമ്പാർ. അത്യാവശ്യമുള്ള ചൂടേ ഉള്ളൂ, അധികം ചൂടൊന്നുമില്ല. സാമ്പാർ സാധാരണ കടയിൽ കഴിക്കുമ്പോഴത്തെ സെയിം സാമ്പാർ തന്നെ കൊള്ളാം, നല്ല ടേസ്റ്റ്. അതുപോലെ തന്നെ ഈ ഒരു മുളക് ചമ്മന്തി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എരിവുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ആ ഒരു രുചിയിലാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം എരിവുണ്ട്, നോക്കി കഴിക്കാൻ കേട്ടോ. കൊച്ചുകുട്ടികളൊന്നും കഴിക്കണ്ട, നല്ല എരിവുണ്ട്. ഫോളോവർ ഈ ഒരു ഇഡ്ഡലി സെറ്റ് തിരക്കിടില്ലാത്ത രുചിയാണ്. 80 രൂപയ്ക്ക് അത്യാവശ്യം കൊള്ളാം. കറി വേണമെങ്കിൽ വീണ്ടും റീഫിൽ ചെയ്ത് തരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അറിയില്ല, ഞാൻ ചോദിച്ചില്ല. എങ്കിൽ ഒരു 3 ഇഡ്ഡലി കഴിക്ക് അത്രയും കറിയുടെ ആവശ്യമേ ഉള്ളൂ. കേസരി നല്ലതുപോലെ പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് കേസരിയേ ഉള്ളൂ, എങ്കിലും ഈ ഒരു സെറ്റിൻ്റെ കൂടെ മധുരം കൂടെ തരുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. നിങ്ങൾ കേസരിയാണ്, അധികം ഫ്ലേവറൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും എരിവിൻ്റെ കൂടെ കേസരി തന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് എന്തായാലും 80 രൂപയ്ക്ക് ഈ ഒരു ഇഡ്ഡലി സെറ്റ് വർത്താണ്. MOT വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഇഡ്ഡലി മാത്രമല്ല, ഒരുപാട് ഐറ്റംസ് അവർ സെർവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചായക്കാരിയിലുള്ള എല്ലാ ഐറ്റംസ് ഇല്ലെങ്കിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്, വെറൈറ്റി ദോശയൊക്കെ അവർ സെർവ് ചെയ്യുന്നത്. ഇന്നത്തെ ഫുഡ് കൊള്ളായിരുന്നു കേട്ടോ, തിരക്കിടില്ലാത്ത ഫുഡാണ്. ഒന്ന് നമ്മുടെ ചായക്കാരിയിൽ നിന്നാണ് ഇഡ്ഡലിയാണ് കഴിച്ചത്. 80 രൂപയ്ക്ക് വർത്താണെന്നുണ്ടോ, ഒരുപാട് ഐറ്റംസ് അതിൽ ആ ഒരു ഇഡ്ഡലിയുടെ കോംബോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു ചാറ്റ് കൗണ്ടറാണ് ഉണ്ടായിരുന്നത്. അവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് അവർ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡെയ്സി ബൈറ്റ്സ് എന്നാണ് ആ ഒരു ഫുഡ് കോർട്ടിൻ്റെ പേര്. ഞാൻ പാവ് ഭാജി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ഫുഡെല്ലാം കുഴപ്പമില്ല. അപ്പം ഈ 2 കടകളാണ് നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂറിലുള്ളത് വെജിറ്റേറിയനായിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.